മണ്ഡലകാലം പകുതി പിന്നിട്ടതോടെ കാനനപാതയിലൂടെ തീർത്ഥാടക പ്രവാഹം 35,000-ലധികം പേരാണ് 18 ദിവസം കൊണ്ട് കാനനപാതയിലൂടെ ശബരിമലയിലെത്തിയത്. വെള്ളി ശനി ദിവസങ്ങളിലാണ് ഏറ്റവും അധികം പേർ കാനനപാത ഉപയോഗപ്പെടുത്തിയത്. വെള്ളിയാഴ്ച മാത്രം പുൽമേട് വഴി 2,722 പേർ എത്തിയപ്പോൾ ശനിയാഴ്ച ഈ പാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ എണ്ണം 3,000 കടന്നു. 1,284 പേരാണ് വെള്ളിയാഴ്ച മുക്കുഴി വഴി എത്തിയത്. വണ്ടിപ്പെരിയാർ, സത്രം, പുൽമേട് വഴി 18,951 പേരും കരിമല പാതയിലെ അഴുതക്കടവ്, മുക്കുഴി വഴി 18,317 തീർത്ഥാടകരും ഇതിനകം സന്നിധാനത്തെത്തി. എൻ്റെ പേര് അരുൺ എന്നാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങളൊരു 12 പേരാണെന്ന ടീമാണ് അവിടെ നിന്ന് തിരിച്ചത്. അപ്പോൾ ഇതുവഴി ശരിക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഒരാൾ മാത്രമേ അതിനകത്ത് ഇതിൽ വന്നിട്ടുള്ളൂ. നമ്മളെല്ലാം ഫസ്റ്റ് ടൈം ആയിരുന്നു. എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. എല്ലാവരും ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തീർത്ഥാടനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും എളുപ്പമുള്ള ഒരു വഴിയാണ് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതാകുമ്പം കാനനപാതയാണ്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്രാവശ്യം കുറച്ചും കൂടെ ബുദ്ധിമുട്ടി വരാം എന്നുള്ള ഇതിലാണ് നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തത്. ഇരുപാതയിലൂടെയും രാവിലെ 6 മുതലാണ് തീർത്ഥാടകർക്ക് പ്രവേശനം നൽകുന്നത്. മഴ മാറിയതോടെ കാനനപാത സുരക്ഷിതവും സഞ്ചാരയോഗ്യവുമാണെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥ കാരണം ഡിസംബർ 2-3 തീയതികളിൽ പുൽമേട് വഴിയുള്ള തീർത്ഥാടനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. തീർത്ഥാടകരെ ഗ്രൂപ്പുകളാക്കിയാണ് കാനനപാതയിലൂടെ കടത്തിവിടുന്നത്. യാത്രയിലുടനീളം ഫോറസ്റ്റ് എക്കോ ഗാർഡുമാരുടെ നിരീക്ഷണം വനം വകുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ട്. അതേസമയം തിരക്കു വർദ്ധിച്ചതോടെ ശബരിമലയിൽ CCTV നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിലാണ് പോലീസ് പരിശോധനയും CCTV നിരീക്ഷണവും ശക്തമാക്കിയത്. പോലീസ്, ദേവസ്വം, വിജിലൻസ് എന്നിവരുടെ 258 ക്യാമറകളാണ് ഈ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചത്. ക്ഷേത്ര പരിസരം 24 മണിക്കൂറും ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ്. ചാലക്കയം മുതൽ പാണ്ടിത്താവളം വരെ പോലീസ് 60 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പോലീസ് സ്പെഷ്യൽ ഓഫീസർ P. ബിജോയ്ക്കാണ് സന്നിധാനത്തെ കൺട്രോൾ റൂമിന്റെ മേൽനോട്ടം. ശബരിമലയിൽ മൊത്തമായിട്ട് നമുക്ക് 73 CCTV ക്യാമറാസാണുള്ളത്. സന്നിധാനത്ത് 15 ലൊക്കേഷനിൽ CCTV ക്യാമറാസ് ഉണ്ട്. 24 മണിക്കൂറും നമ്മൾ ഈ ക്യാമറ നിരീക്ഷിക്കുന്നുണ്ട്. അയ്യപ്പന്മാരുടെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം CCTVയിൽ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഞാനും പേഴ്സണലി എൻ്റെ ഓഫീസിലും അതിൻ്റെ ഫീഡ്സുണ്ട്, ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അയ്യപ്പന്മാരുടെ വരവ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്നുണ്ട്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ ഏർപ്പാടുകൾ നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ക്യാമറയിൽ പതിയുന്ന നിയമലംഘനങ്ങളെ ആധാരമാക്കി അപ്പോൾ നടപടികൾ സ്വീകരിക്കാൻ തക്ക തരത്തിലാണ് ക്യാമറകളുടെ പ്രവർത്തനം സജ്ജമാക്കിയിട്ടുള്ളത്. പമ്പ മുതൽ സോപാനം വരെയുള്ള തത്സമയ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനാൽ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ ഇത് സഹായകമാകുമെന്ന് കരുതാം. 17 ലക്ഷത്തോളം പേരാണ് ഇതിനകം ശബരിമലയിൽ ദർശനം നടത്തിയത്. വെള്ളിയാഴ്ച മാത്രം 89,840 പേർ സന്നിധാനത്തെത്തി. ഉച്ചയ്ക്ക് 1 മണിവരെ പ്രവേശന കവാടത്തിൽ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 17,425 തീർത്ഥാടകരാണ് തത്സമയ ബുക്കിംഗ് ഉപയോഗിച്ച് മല ചവിട്ടിയത്. സുരക്ഷയുടെ ഭാഗമായി ദേവസ്വം, വിജിലൻസ് ആകെ 172 CCTV ക്യാമറകളാണ് ശബരിമലയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ 160 ക്യാമറകളും സോപാനത്തിൽ 32 ക്യാമറകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതേസമയം ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്.